السلام عليكم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ربنا زدنا علما. ഇത് ചെറിയൊരു റംസാൻ ടോക്കാണ്. റംസാനെ പറ്റി നമ്മൾ പ്രത്യേകതകളൊന്നും ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് പക്ഷേ ചെറിയൊരു റിമൈൻഡർ മാത്രമാണ്. കാരണം അള്ളാഹു പറഞ്ഞിരിക്കുന്നത് യു റിമൈൻഡ് അതേഴ്സ് ബിക്കോസ് റിമൈൻഡേഴ്സ് മേ ഹെൽപ്പ് അതേഴ്സ്. കാരണം ആർക്കാണ് അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്നത് നമുക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഇതൊരു ചെറിയൊരു ഷോർട്ട് ബുക്കായിട്ട് നമ്മളൊരു ജേർണൽ എഴുതി വെക്കുമ്പോൾ നമ്മൾ പോയിൻറ്റ്സ് എഴുതുന്ന മാതിരി ചെറുതായിട്ടൊന്ന് പറയണേ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് റംസാൻ വരുമ്പോൾ ഫസ്റ്റ് എന്താ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഹാർട്ട് ഫെൽറ്റായിട്ട് നമ്മൾ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന് നന്ദിയാണ് ഫസ്റ്റ് പറയേണ്ട കാര്യം. ഇതിനെപ്പറ്റി നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവണം എപ്പോഴാണ്, ഒരു ഹദീസ് വായിച്ചതിന് ശേഷമാണ്. ആ ഹദീസിൽ ഒരു സ്റ്റോറിയിൽ എങ്ങനെയാണ്, രണ്ട് പേരിൽ ഒരാൾ വളരെ പൈസായിട്ടുള്ള മനുഷ്യൻ, രണ്ടാമത്തെ ആൾ അത്ര ഇബാദത്തൊന്നും അത്ര ചെയ്യുന്നില്ല, ഓക്കെ, പക്ഷേ രണ്ടുപേരും മരിച്ചു പോകുമ്പോൾ സ്വർഗവാതിലിൽ നിൽക്കുമ്പോൾ ഫസ്റ്റ് അത്ര ഇബാദത്തൊന്നും ചെയ്യാത്ത ആളാണ് ഫസ്റ്റ് സ്വർഗത്തിലോട്ട് കടക്കപ്പെട്ടത്. അപ്പോൾ ആൾക്കാർ ചോദിക്കാതെ എന്താണ് ഭയങ്കര ഇബാദത്ത് ചെയ്ത് പയസ്സായിട്ട് അള്ളാഹുവിൻ്റെ ഇത് സ്മരിച്ച് ജീവിച്ച ആൾ എന്ത് പറ്റി അയാൾ സെക്കൻഡ് ആയിപ്പോയെന്ന് പറയുമ്പോൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, കാരണം ഈ പയസ്സായിട്ടുള്ള ആൾ മരിച്ചതിന് ശേഷവും അത്ര ഇബാദത്ത് ചെയ്യാത്ത ആൾ ജീവിച്ചിരുന്നു. കാരണം ആ ഇബാദത്ത് ചെയ്യാത്ത ആൾ കുറച്ചുകൂടി ഒരു റംസാനോട് കൂടുതൽ ഉണ്ട ആളാണ്, അതിൽ പങ്കെടുക്കാൻ പറ്റിയ ആളാണ്, അള്ളാഹു തൗഫീഖ് കൊടുത്ത ആളാണ്. അതുകൊണ്ട് അയാൾ സ്വർഗത്തിൽ ഫസ്റ്റ് കയറി. അപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് ആണ്. നമുക്കിപ്പോൾ തന്നെ എത്രയോ മരണമാണ് നമ്മളിപ്പോൾ റംസാന് മുമ്പ് തന്നെ ഈ 2-3 ദിവസത്തിൽ ഞാൻ തന്നെ എത്രയോ മരണമാണ് കേട്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മനസ്സിൽ വരുന്നുള്ളൂ അവരൊരു 2 ദിവസവും കൂടെ ഒന്ന് ജീവിച്ചിരുന്നെങ്കിൽ അവർ ഒരു റംസാനോട് കൂടിയിട്ട് പോകാമല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ അത്രയ്ക്ക് വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ടു അള്ളാഹ്. നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കേണ്ട ടൈമാണ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ്. നമുക്ക് ഒരു റംസാനൂടെ നമുക്ക് കൂടുതൽ നമുക്ക് അതൊന്ന് പങ്കെടുക്കാനായിട്ട് അള്ളാഹു നമുക്ക് തൗഫീഖ് തന്നതിന്. പിന്നെ റംസാൻ എന്തുകൊണ്ടാണ് നമുക്കിത്ര വിശേഷപ്പെട്ടത്, അതൊരു റിമൈൻഡറാണ്. കാരണം നമുക്ക് 12 മന്ത്സിൽ വി ആർ ടേക്കിംഗ് ജസ്റ്റ് 1 മന്ത് ഔട്ട് ഓഫ് ഇറ്റ്. ആ 11 മാസവും നമ്മൾ എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നു. നമുക്ക് വി ആർ ബിസി ഇൻ ലൈഫ്. നമ്മൾ എല്ലാത്തിനും ഓടി തിരക്കിട്ട് നടക്കുന്ന സമയത്ത് അള്ളാഹു നമുക്ക് ഒരു മാസം നമുക്ക് മാറ്റി വെച്ചിരിക്കണം. എന്തിനാണ്? നമുക്ക് സെൽഫ് റിഫ്ലക്ഷൻ. നമ്മൾ ഈ 11 മാസം നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയത്, അതിൽ അള്ളാഹുവിനെ നമ്മൾ ആലോചിച്ച് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് എടുത്തോ, എവിടേക്കാണ് നമുക്ക് പ്രശ്നം വന്നത്, നമുക്ക് സെൽഫ് റിഫ്ലക്ഷൻ ചെയ്ത് നമുക്ക് തിരുത്താനായിട്ട് അള്ളാഹു ഒരു മാസം നമുക്ക് തന്നിരിക്കുകയാണ്. പിന്നെ രണ്ടാമത് നമ്മളുടെ സ്പിരിച്വൽ ഗ്രോത്ത്. എത്രയോ ആൾക്കാർ ചിലപ്പോൾ അള്ളാഹുവിനെ ഒന്ന് ഓർമ്മിക്കാൻ പോലും ടൈം കിട്ടാതെ ഓടി നടക്കുന്നവരുണ്ട്. പക്ഷേ ഈ ഒരു മാസം നമുക്ക് ആ സ്പിരിച്വൽ ഗ്രോത്തിന് അള്ളാഹു ഒരു അവസരം തരണം, 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ 30 ദിവസം ആകുമ്പോൾ 20 ഡേയ്സ് ആകുമ്പോഴേ നമുക്കൊരു ഹാബിറ്റ് രൂപപ്പെടും. അപ്പോൾ 30 ദിവസം ആകുമ്പോൾ എന്തായാലും നമുക്കതൊരു ഹാബിറ്റ് ആകും. ഇനിയുള്ള 11 മന്ത്സിന് വേണ്ടിയുള്ള നമുക്ക് അള്ളാഹു ആ സ്പിരിച്വൽ നമുക്ക് കൂട്ടിവെച്ച് നമുക്ക് അതിനുള്ള ഒരു ശക്തി തരാണ് ഈ ഒരു മാസത്തിൽ. പിന്നെ എന്താണ്, നമുക്ക് ഹൈറ്റ് ആൻഡ് അവയർനെസ് ആണ്. നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിലും ചെറുതോ വലുതോ ചെയ്യുന്ന കാര്യങ്ങളെല്ലാവരും നമ്മൾ ഈ മാസം നമുക്ക് അള്ളാഹുവിനെ പറ്റി നമ്മൾ കൂടുതൽ അവയർനെസ് ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളൊന്ന് ആലോചിച്ചിട്ടേ ചെയ്യൂ. മറ്റേതുകൂടി ഓടിത്തിരച്ചോരൊന്നും ചെയ്യില്ല. നമ്മൾ ഈ സമയത്ത് വി വിൽ ബി വെരി വെരി കെയർഫുൾ. പിന്നെ എന്താണ്, വി റീകണക്ട് വിത്ത് അള്ളാഹ്. അള്ളാഹുവിനെ സ്മരിക്കാൻ നമ്മൾ കുറച്ച് കുറഞ്ഞു പോയോ എന്തിതായാലും, പക്ഷേ ഈ മാസം നമ്മൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ അടുത്ത് കണക്ട് ചെയ്യാതെ വിടില്ല. എല്ലാ മുസ്ലിംസും ദേ റീകണക്ട് വിത്ത് അള്ളാഹാണ്. റീകണക്ട് മീൻസ് അള്ളാഹ് ഈസ് ദേ, വി നോ ബിലീവ് അള്ളാഹ് ഈസ് ദേ. പക്ഷേ ആ കണക്ഷൻ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഈ സമയമാണ് നമുക്കത് ഓടിപ്പിടിച്ച് അള്ളാഹുവിൻ്റെ അടുത്ത് കണക്ട് ചെയ്യാനുള്ള പറ്റിയ ടൈം. പിന്നെ എന്താണ്, സ്ട്രെങ്തൻ കമ്മ്യൂണിറ്റി ബോൺസ്. ഈ സമയത്ത് നമ്മൾ നിറയെ സോഷ്യലായിട്ട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഫുഡ് കൊടുക്കാനും എല്ലാവർക്കും വളരെ വളരെ ഉത്സാഹമായിരിക്കും. ഈ ഒരു മാസം നിറയെ പേര് കൊടുക്കുമ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ബോണ്ടിൽ നമ്മൾ സോഷ്യൽ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് വളരുന്നത്. പിന്നെ എന്താണ്, നമുക്ക് ഈ മന്തിലാണ് നമുക്ക് നമ്മളെ കമ്പാഷൻ ഫോർ അതേഴ്സിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മന്ത്. കാരണം അവർക്ക് ഹങ്കർ, നമുക്ക് ഹങ്കർ വരുന്നത് പോലെ അവർക്കും ഹങ്കർ വരുന്ന നമ്മൾ ഈ മാസമാണ് ശരിക്കും നമ്മൾ റിയലൈസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ എത്രയും ഉപയോഗങ്ങളാണ് ഈ റംസാനിനുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളെ ലൈഫിൻ്റെ ഒരു ബട്ടൺ ഹിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ടൈമായി. ഗോ ഹിറ്റ് ദ റീസെറ്റ് ബട്ടൺ. ഇനിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ഒരു മാസം നമുക്ക് അള്ളാഹുവിനെ പറ്റി ആലോചിച്ച് അള്ളാഹുവിന് ഇബാദത്ത് എടുത്തിരിക്കേണ്ട ടൈമാണ്. അപ്പോൾ എന്താണ്, ഈ ഒരു റംസാൻ കഴിയുന്നത് കൂടി നമ്മൾ നല്ലൊരു കുളിർമഴ പെയ്ത് കഴിയുമ്പോൾ നമ്മളെ ഗാർഡനിലൊക്കെ പൂക്കളൊക്കെ വിടർന്നു വരൂലേ, അത് നല്ലൊരു സ്മെല്ലല്ലേ, നമുക്ക് എന്തോ ഒരു ഉത്സാഹമല്ലേ ആ ഒരു സ്മെല്ല്, ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കാനായിട്ട്
ചെയ്യാനായിട്ട്, അതുപോലെ നമ്മളും റിന്യൂവ്ഡ് ആയിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് എമേർജ് ചെയ്യേണ്ട ടൈമാണ് ഈ ഒരു മാസം. പലരും ഈ റംലാൻ തുടങ്ങുമ്പോഴേ പല സ്റ്റെപ്പുകളിലായിരിക്കും. ചിലർക്ക് ഈമാൻ വളരെ കുറഞ്ഞായിരിക്കും, ചിലർക്ക് ഈമാനെ ചിലപ്പോൾ കാണില്ല, ചിലർക്ക് ഭയങ്കര ഹൈറ്റൻഡ് ആയിരിക്കും അവരുടെ ഈമാൻ. എല്ലാ രീതിയിലും ഇബാദത്തൊക്കെ എടുക്കാൻ വളരെ ഉത്സാഹമായിട്ടിരിക്കുന്നവരായിരിക്കും. പക്ഷേ ആരും വിഷമിക്കേണ്ട, കാരണം അള്ളാഹു നമ്മളുടെ പ്രോസസ്സാണ് നോക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, നമുക്ക് നല്ല അള്ളാഹുവിൻ്റെ അടുത്തിൽ എത്ര ചെയ്യണം, അത് ചെയ്യണം എന്നെല്ലാം ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് വി ജസ്റ്റ് നീഡ് ടു ടേക്ക് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. നമ്മളിപ്പോൾ ഏത് സ്റ്റെപ്പിലാണോ ഇരിക്കുന്നത് ആ സ്റ്റെപ്പിൽ നിന്ന് കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് വരണം, അത്രമാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. നമ്മൾ ഈ ജേർണി എന്ന് പറഞ്ഞാൽ നമ്മൾ പെർഫെക്ഷൻ അല്ല അള്ളാഹു നോക്കുന്നത്, നമ്മളെ പ്രോഗ്രസ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മളൊരു എയിം ഉണ്ടെങ്കിൽ ആ എയിമിലല്ല അള്ളാഹു നോക്കുന്നത്, ആ എയിമിലോട്ടുള്ള പ്രോസസ്സിലാണ് അള്ളാഹു നോക്കുന്നത്. നമ്മൾ ഇന്നെടുക്കുന്ന സ്റ്റെപ്പിനെക്കാട്ടിലും കുറച്ച് ബെറ്റർ ബീങ് ആയിട്ട്, ഹ്യൂമൻ ബീങ് ആയിട്ട് നമ്മൾ നാളെ ഇരിക്കുന്നു എന്നാണ് അള്ളാഹു നോക്കുന്നത്. അതെപ്പോഴും നമ്മൾ ഓർത്ത് വെച്ചാൽ നമുക്ക് ഒരു വെപ്രാളവും കാണില്ല. റംലാന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇബാദത്ത് ചെയ്താൽ മതി. അള്ളാഹു പറഞ്ഞിരിക്കുന്നത് നമ്മളെ കൊണ്ട് അല്ലാത്ത കാര്യം അള്ളാഹു നമ്മളെ കൊണ്ട് ചുമപ്പിക്കില്ല, നമ്മളെ കൊണ്ട് പറ്റുന്നത് മാത്രമേ അള്ളാഹു നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കൂ. അപ്പോൾ അതൊന്ന് മനസ്സിലിരുത്തി നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ റംലാൻ ഒരിക്കലും ഒരു ടെൻഷനുള്ള റംലാൻ ആവില്ല. നമ്മളെ കൊണ്ട് കൊക്കിലൊകുന്നത് കൊത്തിയാൽ മതി എന്നുള്ള വിചാരം നമുക്ക് മതി. നമുക്ക് ഓരോ സൺറൈസ് കഴിയുമ്പോൾ നമുക്ക് പുതിയ പ്രഭാതമല്ലേ, അതൊരു പുതിയ ബിഗിനിങ് അല്ലേ. അതുപോലെയാണ് റംലാൻ. ഈ 30 മാസം നമുക്ക് ഓരോ രീതിയിലുള്ള ബിഗിനിങ് ആയിട്ട് നമ്മളെ കണക്കാക്കിയാൽ മതി. നമുക്ക് ഒരു ഉദാഹരണം ഞാൻ പറയാം. നമുക്കൊരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ എന്തോ ഒരു രീതിയിലാണ് അവരെ സ്വാഗതം ചെയ്യണേ അല്ലേ. അപ്പോൾ ആ ഗസ്റ്റ് സാധാരണ വരുമ്പോൾ ശരി നമ്മളെല്ലാവരും ഹാപ്പിയാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഗസ്റ്റ് വരുന്നത് വി നോ ദാറ്റ് ഹീ ഈസ് ഗോയിങ് ടു ബ്രിങ് 1 million rupees വിത്ത് ഹിം. 1 കോടി രൂപ നമുക്ക് കൊണ്ടുവരാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഗസ്റ്റിന് നമ്മൾ സ്വീകരിക്കുന്ന പോലെയാണോ സ്വീകരിക്കുന്നത്, അല്ലെ നമുക്ക് ഇത്രയും, കാരണം നമുക്ക് ബെനിഫിറ്റ് കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് ബെനിഫിറ്റ് കൊണ്ടുവരുന്ന ഗസ്റ്റിന് നമ്മൾ എങ്ങനെ ഓടി നടന്ന് നമ്മൾ നോക്കൂലേ. അപ്പം ആ ഒരു സിനാരിയോ നമുക്ക് ആലോചിച്ചാലേ നമുക്ക് റംലാൻ ഭയങ്കര ഒരു ഉത്സാഹമായിരിക്കും അല്ലേ. ഗസ്റ്റിനെയൊക്കെ നമുക്ക് റംലാൻ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഓഫറിൻ്റെ മാസമാണ്. നമുക്ക് എക്കച്ചക്ക ഓഫറാണ് അള്ളാഹു തന്നിരിക്കുന്നത് ഈ മാസത്തിൽ. നമ്മളിപ്പോൾ ഈ ആടി മാസം ഇതൊക്കെ വരുമ്പോൾ ആൾക്കാർ ഒന്ന് buy 1 get 3 for free എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ നമ്മൾ ഒരു ഇത് ചെയ്യുമ്പോൾ നമുക്ക് 70 times മോറാണ് നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ എന്തോരം ഓടി നടന്ന് നോക്കും അല്ലേ ആ ഗസ്റ്റിന്. അപ്പോൾ അതൊന്ന് ആലോചിച്ചാൽ എപ്പോഴെങ്കിലും നമുക്ക് ഈമാൻ കുറഞ്ഞായിട്ട് നോക്കുന്നത് നമ്മൾ ഉടനെ ആലോചിച്ചാൽ മതി. നമുക്ക് ഓഫർ മാസമാണ്. ഇന്നിപ്പോൾ ഒരായത്ത് നമ്മൾ ചൊല്ലണമെങ്കിൽ അള്ളാഹുവെ ഒരു 2 ആയത്തൂടെ ഇത്തിരി എക്സ്ട്രാ പറയാം ഓതാം. അപ്പോൾ അള്ളാഹു എനിക്ക് ഇനിയും അതിൻ്റെ ബെനിഫിറ്റ് തരുമല്ലോ. കാരണം 3 ലെറ്റേഴ്സിന് അള്ളാഹു ഓരോ 10 ഇത് വെച്ചാണ് നമുക്ക് ബ്ലെസ്സിങ്സ് തരുന്നത്. അപ്പം നമ്മൾ ഖുർആൻ തന്നെ ഓതുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കാരണം ഇത് ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അപ്പോൾ ഖുർആൻ വി ഹാവ് ടു ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ഖുർആൻ. അത് ഖുർആനിൽ നിങ്ങൾക്ക് ഇപ്പോൾ റിസൈറ്റിംഗ് എന്ന് ചുമ്മാ നമ്മൾ റിസൈറ്റ് ചെയ്യുന്നതിനല്ല, കാരണം ആൾക്കാർ പല രീതിയിലാണ് ഖുർആനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ചില ആൾക്കാർ ഖുർആൻ ചുമ്മാ റിസൈറ്റ് ചെയ്ത് പോണതിലായിരിക്കും അവർക്ക് ഹാപ്പിനെസ്. ചില ആൾക്കാർ അതിൻ്റെ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കുന്നതിലായിരിക്കും അതിൻ്റെ ഹാപ്പിനെസ്. ചില ആൾക്കാർക്ക് അർത്ഥം അറിഞ്ഞിട്ട് അവർ ആക്റ്റിൽ അവർക്ക് അത് പ്രാവർത്തികമാക്കണം, അതിലായിരിക്കും അവർക്ക് ഇഷ്ടം. ചില ആൾക്കാർ എന്താണ്, അവർക്ക് ആൾക്കാരെ വിളിച്ച് അതിൽ ദാവ, ഖുർആനിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞാൽ അതാവ നമ്മളെ ഇസ്ലാമിലോട്ട് വിളിക്കുന്നതായിരിക്കും ചിലർക്ക് ഇഷ്ടം. അപ്പോൾ പല രീതിയിൽ ഖുർആനുമായിട്ട് കണക്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കണക്റ്റഡ് ആവും. പക്ഷേ ഈ മാസം നമ്മൾ വി ഹാവ് ടു ഗിവ് ഇമ്പോർട്ടൻസ് ടു ഖുർആൻ റിസൈറ്റിംഗ് ആൻഡ് ഓൾ. കാരണം അതിൽ ചുമ്മാ റിസൈറ്റിംഗ് മാത്രമല്ല, അർത്ഥം അറിഞ്ഞ് അത് മനസ്സിലാക്കി അത് നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം എന്നുള്ള ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമുക്ക് ഏറ്റവും നല്ല ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നമുക്ക് വി ഷുഡ് ഹാവ് ഗോൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബിഗ് ഗോളും ഉണ്ടായിരിക്കണം, നമുക്കൊരു ഷോർട്ട് ടേം ഗോൾസും ഉണ്ടായിരിക്കണം. ഈ ലോങ് ടേം ഗോൾസിൽ എന്ന് പറയുന്നത് നമുക്ക് ഈ 30 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നല്ല വി ഹാവ് ടു എമേർജ് ആസ് ഈ എമേർജ് ചെയ്ത് വന്നത് നമുക്ക് ഇനിയത്തെ 11 months നമുക്കത് പിടിച്ചു നിൽക്കണം. ഇപ്പം നമുക്ക് കിട്ടുന്ന സ്പിരിച്വൽ ഗ്രോത്ത് ഇനി വരുന്ന 11 മാസത്തോടു കൂടിയുള്ള ഒരു ഊർജ്ജമാണെന്ന് മനസ്സിലാക്കി അതിനുള്ള തയ്യാറെടുപ്പ് വേണം. ദാറ്റ് ഷുഡ് ബി അവർ ലോങ് ടേം ഗോൾ. ഓക്കെ, അതൊരു 1 വർഷത്തെ ഇതാണ്. കാരണം നമ്മൾ ഈ റംസാൻ നമുക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് നമുക്ക് അറിയുന്നത് എങ്ങനെയാണ്? ഇനിയത്തെ 1 വർഷം നമുക്ക് നല്ലതാണെങ്കിൽ അള്ളാഹു നമ്മളെ ഈ റംലാൻ അള്ളാഹു അക്സെപ്റ്റ് ചെയ്തെന്നാണ് അർത്ഥം. നമ്മൾ ഈ റംലാന് ചെയ്യുന്നത് അനുസരിച്ചാണ് അള്ളാഹു ഇനിയത്തെ 1 വർഷത്തെ നമുക്ക് കണക്കാക്കി അള്ളാഹു നിശ്ചയിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഷുഡ് ബി അവർ ലോങ് ടേം ഗോൾ. അപ്പോൾ നമ്മൾ ഷോർട്ട് ടേം ഗോൾസ് എന്തായിരിക്കണം? അത് എവറി ഡേ
വി ക്യാൻ ക്രിയേറ്റ് വൺ ഗോൾ. ഇപ്പോൾ തഹജൂദ്, ഇപ്പോൾ നമ്മൾ സാധാരണ 5 നേരം നിസ്കരിക്കുന്നവർക്ക് ഒരു തഹജൂദ് ഒരു റക്കാത്ത് 2 റക്കാത്ത് എന്തെങ്കിലും നിസ്കരിക്കുന്ന അവരുടെ ഒരു ഷോർട്ട് ടേം ഗോൾ ആക്കാം. അത് 30 ദിവസം തഹജൂദ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ദുആ നമസ്കാരം രാവിലത്തെ നമുക്ക് ചെയ്യാം. അതൊക്കെ നമുക്ക് ഷോർട്ട് ടേം ഗോൾസ്. എന്തും നമുക്ക് അള്ളാഹുവിനോട് കണക്ഷൻ കിട്ടുന്ന റീകണക്ട് ചെയ്യാൻ പറ്റിയ എന്ത് ആക്റ്റും വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ ഷോർട്ട് ടേം ഗോൾ. പിന്നെ യങ്സ്റ്റേഴ്സ് എല്ലാം മിക്കവാറും ഈ റംസാനുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മളെ ഫിസിക്കൽ ഹങ്ങർ ആയിരിക്കും അല്ലേ? ശരിക്കും ഇത് ഫിസിക്കൽ ഹങ്ങറിനല്ല അള്ളാഹു നമുക്ക് വെച്ചിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരു ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ആണ്. എന്തിനാണ് നമ്മളെ എക്സ്റ്റേണൽ നോയ്സ് എല്ലാം നമ്മളൊക്കെ അത് ക്വയറ്റൻ ചെയ്ത് അതെല്ലാം എക്സ്റ്റേണൽ നോയ്സിനെല്ലാം നമുക്കങ്ങ് നിശബ്ദമാക്കിയിട്ട് നമ്മളുടെ സോളിലുള്ള വിസ്പറിനെ ആംപ്ലിഫൈ ചെയ്യുന്ന ഒരു രീതിയാണിത് ഇതിൽ. അപ്പോൾ വെളിയിലുള്ള നമ്മൾ ഈ സമയത്ത് നമ്മളെ സോളിൻ്റെ ഇതായിരിക്കും നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. കാരണം ബാക്കി എല്ലാം ഈസ് ടേക്കിംഗ് എ സെക്കൻഡ് സീറ്റ്. അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്തുള്ള കണക്ഷനാണ് കൂടുതൽ മുഖ്യം കൊടുക്കുന്നത്. അപ്പം നമ്മൾ സോളിൻ്റെ വിളി ഈ നമ്മൾ ഹങ്ങറായിട്ടിരിക്കുമ്പോൾ നമ്മൾ നഫ്സിന് നമ്മളൊരു ആപ്പ് കൊടുക്കുമ്പോഴേ നമ്മൾ സോളിൻ്റെ വിളി നമുക്ക് കേൾക്കാൻ പറ്റും. കാരണം നഫ്സാണ് നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നത്, തീറ്റിപ്പിക്കുന്നതും എല്ലാം. അപ്പോൾ ആ നഫ്സിനെ നമ്മളങ്ങ് കൺട്രോൾ ചെയ്തിട്ട് എല്ലാം ക്വയറ്റൻ ചെയ്ത് നമ്മളെ സോളിൻ്റെ വിളി മാത്രമേ കേൾക്കൂ. ചുറ്റുപാടുമുള്ള ബഹളങ്ങളൊന്നും നമ്മളിതിൽ വരില്ല. കാരണം നമ്മൾ എല്ലാ രീതിയിലും നമ്മളൊരു കൺട്രോൾ കൊടുക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? തഖ്വ, അള്ളാഹുവിൻ്റെ തഖ്വയാണ്. കാരണം കോൺഷ്യസ് ഓഫ് അള്ളാഹ്. കാരണം നമ്മളെ ഇതിൽ തന്നെയും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മളിൽ മാറ്റങ്ങൾ വരാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ഒന്ന് സ്വഭാവ സംസ്കരണം, അത് നമ്മളെ ക്യാരക്ടർ ബിൽഡിങ് എല്ലാവർക്കും അറിയാം. ക്യാരക്ടർ ബിൽഡിംഗ് ആണ് ഏറ്റവും മെയിൻ ഫോക്കസ് ഓഫ് ബീങ് എ മുസ്ലിം. അത് കഴിഞ്ഞിട്ട് തഖ്വ എന്ന് പറയുന്നത് കോൺഷ്യസ് ഓഫ് അള്ളാഹ് ആണ്. അള്ളാഹുവിനെ നമ്മൾ ഫിയർ ചെയ്യണം. നമ്മളാണെങ്കിൽ നമ്മളെ റൈറ്റ്സ് ആൻഡ് റോങ്സ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ടൈമാണ് ആ തഖ്വ കൊണ്ട്. നമ്മളെ ബിലീഫും നമ്മളെ സെൽഫ് അവെയർനെസ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ടൈമാണ്. അപ്പം ആ സമയത്ത് നമ്മുടെ അള്ളാഹുവിൻ്റെ കമാൻഡ്സ് കേട്ട് അള്ളാഹുവിൻ്റെ പാത്തിൽ നമ്മളൊരു റൈറ്റിയസ് ഒരു പേഴ്സണായിട്ട് നമ്മൾ ഡെവലപ്പ് ആവുന്ന ടൈം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്? നമ്മൾ ഐസ്, നമ്മളാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീൻസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ക്രിയേഷനെ പറ്റിയാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയാലും എന്ത് കണ്ടാലും അള്ളാഹുവെ സുബ്ഹാനല്ലാഹ്, നിൻ്റെ കഴിവുകൊണ്ടല്ലേ ഇതിങ്ങനെ നടത്തുക. ആ ക്രിയേഷനാണ് നമ്മൾ അള്ളാഹുവിൻ്റെ ക്രിയേഷന് നമ്മൾ താങ്ക്സ് പറയണം അള്ളാഹുവിന്. പിന്നെ ഇയേഴ്സ് വെച്ച് നമ്മൾ ചെവി കൊണ്ട് നമ്മൾ ഓരോന്ന് ഖുർആൻ കേൾക്കുകയും നമ്മൾ റിലീജിയസ് ആയിട്ടുള്ള സ്പീച്ചസ് കേൾക്കുകയും അള്ളാഹുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ കൂടുതൽ കേട്ട് അതിൽ നമ്മൾ ആ തഖ്വ കൊടുക്കുകയാണ്. പിന്നെ നമ്മളെ നാക്ക് വെച്ച് എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ അള്ളാഹുവിനെ പ്രേസ് ചെയ്യണം. അള്ളാഹുവിനെ ദുആ ചെയ്ത് അള്ളാഹുവിനെ പ്രേസ് ചെയ്ത് നല്ല ആൾക്കാരടുത്തും അതുപോലെ നമ്മൾ പ്ലസന്റ് ആൻഡ് പൊളൈറ്റ് ആയിട്ട് ആൾക്കാരടുത്തും സൗമ്യമായിട്ട് പെരുമാറി നമ്മൾ നാക്കുകൊണ്ട് നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്യാതെ വി ആർ വെരി കെയർഫുൾ. നമ്മൾ എന്ത് പറയുന്നതും കെയർഫുൾ ആയിട്ട് പറയുന്ന ടൈമാണ്. അതുപോലെ നമ്മൾ സ്റ്റൊമക്ക്, നമ്മൾ ഈറ്റിങ്ങിൻ്റെ നമ്മൾ ഈറ്റിങ്ങും ഡ്രിങ്കിങ്ങും എല്ലാം നമ്മൾ ഈ സമയത്ത് നമ്മൾ കുറച്ചിട്ട് എവറിത്തിങ് ഷുഡ് ബി ഇൻ മോഡറേഷൻ. എന്തും നമ്മൾ കുറച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ഭാഗം ആഹാരം, കുറച്ച് ഭാഗം വെള്ളം, പിന്നെ കുറച്ച് ഭാഗം എയർ, അങ്ങനെ വേണം ഒരു മുസ്ലിം കഴിക്കാനെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ മോഡറേഷനാണ് കൂടുതൽ കൊടുക്കുന്ന ഹങ്കറിൽ. നമ്മൾ ഈ മോഡറേഷൻ ഫുഡിലാക്കുമ്പോൾ നമ്മളെ വെയിറ്റ് മാത്രമല്ല നമ്മളെ ഫിസിക്കൽ വെയിറ്റ് മാത്രമല്ല കുറയുന്നത് ഈ നോമ്പിന്. പക്ഷേ നമ്മളെ നെഗറ്റിവിറ്റിയും ഓരോരുത്തരെ കുറിച്ചുള്ള ജഡ്ജ്മെൻറ്റ്, അവ അങ്ങനെയാണ് ഇവ ഇങ്ങനെയാണ്, അങ്ങനെ ഓരോ ജഡ്ജ്മെൻറ്റും ആൾക്കാരെ ഇംപ്രസ് ചെയ്യാനും നമ്മളെ ഷോ ഓഫ് ചെയ്യാനും അങ്ങനെ പല രീതിയും ലെയർ ബൈ ലെയർ ഓരോന്നും നമ്മൾ പീൽ ചെയ്ത് കളയാണ് ചെയ്യണം. നമ്മൾ ഈ പീലർ വെച്ച് ഓരോന്ന് ഇപ്പോൾ തൊലികൾ ഓരോന്ന് പീൽ ചെയ്ത് കളയല, അതുപോലെ നമ്മൾ ലെയർ ബൈ ലെയർ ഈച്ച് ടൈം ഈച്ച് ഡേ നമുക്ക് നമ്മളിലുള്ള ഓരോ നെഗറ്റീവ് തിങ്സും നമുക്ക് പതുക്കെ നമുക്ക് പീൽ ചെയ്ത് കളയാൻ പറ്റുന്ന ടൈമാണിത്. അതിന് നമുക്ക് ഇഖ്ലാസാണ് ആദ്യം ആവശ്യം. ഇഖ്ലാസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെ സിൻസിയറിറ്റിയാണ്, നമ്മളെ ഡിവോഷനാണ്. നമുക്കാണെങ്കിൽ നമ്മളെ പറ്റിയുള്ള ഷോർട്ട് കമ്മിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ടൈമാണ്. നമ്മൾ ബാക്കിയുള്ളവർക്ക് നല്ലത് അഡ്വൈസ് ചെയ്യാൻ പറ്റിയ ടൈം, ബാക്കിയുള്ളവർക്ക് നല്ലത് വിഷ് ചെയ്യാൻ പറ്റിയ ടൈം. അതുപോലെ നമുക്ക് ഇപ്പം ആരും അറിയാതെ നമ്മൾ ആൾക്കാർക്ക് ചാരിറ്റി കൊടുക്കേണ്ട ടൈമാണ്. ചാരിറ്റി, ടു ഗിവ് ചാരിറ്റി ഇൻ സീക്രട്ടാണ്. നമ്മൾ അറിഞ്ഞ ആൾക്കാരുടെ പ്രൈസ് കിട്ടാൻ വേണ്ടിയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അള്ളാഹുവിൻ്റെ ഇഖ്ലാസ്, അള്ളാഹുവിൻ്റെ തഖ്വയോടുകൂടി അള്ളാഹുവിൻ്റെ ഇത് മാത്രം നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ചാരിറ്റി ടൈമാണിത്.
നമ്മളെ സുന്ദരമായിട്ടുള്ള മുഖത്തിൽ ഒരു ബ്ലെമിഷ് എന്തെങ്കിലും വരുമ്പം നമുക്ക് അത് ഒരു ഇതായിട്ടിരിക്കുമല്ലോ, ഒരു മുഖത്ത് എന്തെങ്കിലും ചെറിയൊരു കളർ വ്യത്യാസം വന്നാലും നമുക്ക് എന്തോ ഒരു ദുഃഖമാണ് കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ. ഇഖ്ലാസ് എന്ന് പറയുമ്പോൾ നമ്മളെ ഹാർട്ട് നമ്മൾ പ്യൂരിഫൈ ചെയ്യണം, നമ്മളെ ആക്ഷൻസും നമ്മളെ സ്പീച്ചും ആ ഒരു ബ്ലെമിഷ് ഫ്രീ ആക്കണ ടൈമാണ്. നമ്മളെ ഇൻസൈഡ് സോൾ, ആ ഹാർട്ട്, ഇതെല്ലാം നമ്മളെ മുഖത്തുള്ള ബ്ലെമിഷ് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ക്രീം ഇട്ടാണ് അത് മാറ്റി അതൊന്ന് ശരിയാക്കാൻ നോക്കുന്നത്. അതുപോലെ നമ്മളെ ഇൻസൈഡ് നമ്മളെ സോളിനെ എല്ലാം പ്യൂരിഫൈ ചെയ്യുന്ന ഇതാണ് ഇഖ്ലാസ്. നമ്മൾ എല്ലാം ഒരു സാങ്ക്ടിഫിക്കേഷനാണ് നമ്മൾ ഓൾ ദ സ്പീച്ച് ആൻഡ് ആക്ഷൻസ്. അതുപോലെ ഇഖ്ലാസിൻ്റെ ടോട്ടൽ ഓപ്പോസിറ്റാണ് കൺസീറ്റ്. അത് എപ്പോഴും നമ്മൾ ആലോചിച്ചോളണം. കൺസീറ്റ് ആൻഡ് ഷോ ഓഫ് ഒട്ടും പാടില്ലാത്ത കാര്യമാണ്. മെയിൻ തിങ്ങിൽ ഈ സമയത്ത് മുസ്ലിംസ് കൂടുതലും അറിഞ്ഞും അറിയാതെയും ചെയ്യുന്നത്, അവർ ഭയങ്കരമായിട്ട് അവർ ഷോ ഓഫ് ചെയ്യണം. എങ്ങനെയാണ് ഇതൊക്കെ പാർട്ടികളൊക്കെ വിളിച്ചു കൂട്ടി നിറയെ ഹൂ വിൽ ഡു ഇറ്റ് ബെസ്റ്റ് എന്നുള്ള രീതിയിൽ ഭയങ്കര മത്സരം. ഇതാണ് ഇപ്പോൾ എല്ലായിടവും നടക്കുന്നത്. അപ്പം ആ ഇഖ്ലാസിന് നേരെ ഓപ്പോസിറ്റാണ് ആ ഒരു കാര്യം. അപ്പോൾ നമ്മൾ മോഡറേഷനാണ് നമ്മളെപ്പോഴും വി ഹാവ് ടു കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ് ദ വേർഡ് moderation. Everything should be done in moderation. ഇനി നെക്സ്റ്റ് നമുക്ക് ഏത് പോയിന്റാണ് വേണ്ടത് നമ്മൾ മനസ്സിൽ വെക്കാനുള്ള തവക്കുൽ എന്താണ്? വി ഹാവ് ടു റിലൈ ഓൺ അള്ളാ ആൻഡ് വി ഹാവ് ടു ട്രസ്റ്റ് ഇൻ അള്ളാ ഓൺലി. ആ 2 പില്ലേഴ്സാണ് തവക്കുലിൻ്റെ പില്ലേഴ്സ്. ഒന്ന് റിലയൻസും, നമുക്ക് അള്ളാഹുവിനെ വേണം നമ്മൾ റിലൈ ചെയ്യാനായിട്ട്, അള്ളാഹുവിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ട്. നമ്മൾ എങ്ങനെ അതിൻ്റെ അർത്ഥം എങ്ങനെ മനസ്സിലാവും? നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണെങ്കിൽ നമ്മൾ ചിലവരെ ട്രസ്റ്റ് ചെയ്യും അല്ലേ, പക്ഷേ അവർ ചിലപ്പോൾ അവരിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറില്ല. അവരെ ചിലപ്പോൾ ട്രസ്റ്റ് ചെയ്യുമായിരിക്കും, പക്ഷേ വേറെ ഒരു സെക്ഷന് ചിലപ്പോൾ നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുമായിരിക്കും, പക്ഷേ നമ്മൾ അവരൊരിക്കലും ട്രസ്റ്റ് ചെയ്യൂല. പക്ഷേ ഇത് രണ്ടുമല്ല അള്ളാഹുവിൻ്റെ അടുത്ത്. അള്ളാഹുവിനെ നമ്മൾ ഫുൾ 100% വി ഹാവ് ടു ട്രസ്റ്റ് ഇൻ അള്ളാഹ് ആൻഡ് വി ഹാവ് ടു റിലൈ ഓൺലി ഓൺ അള്ളാഹ്. അള്ളാഹുവിനെ മാത്രമേ നമ്മളെ വിളിച്ച് പ്രാർത്ഥിക്കാവൂ, വേറെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനില്ല. അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു റിമൈൻഡർ മാത്രം നമുക്ക് മതി, നമുക്ക് ഫുൾ തവക്കുൽ കിട്ടാനായിട്ട്. നമ്മളെ മനസ്സിൽ നിറയെ തവക്കുല്ല, മനസ്സിൽ നിറയെ തവക്കുലും നമ്മളെ ലിപ്സിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ദുആയും ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു വിൽ ഡു മിറക്കിൾസ് ടു ദാറ്റ് പേഴ്സൺ എന്നാണ് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അത്രയ്ക്ക് പവർഫുള്ളാണ് തവക്കുൽ. അതുകൊണ്ട് ഈ 30 ദിവസവും നമ്മൾ എപ്പോഴും ഓർക്കാനുള്ള തവക്കുൽ അള്ളാഹ്, ഹാവിങ് ഫുൾ ഹോപ്പ് ഇൻ അള്ളാഹ്. അള്ളാഹു മാത്രമേ ഉള്ളൂ ഹോപ്പ്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അള്ളാഹ് ഈസ് ദെയർ ടു സോൾവ് ഇറ്റ് ഫോർ യു. അങ്ങനെ നമുക്ക് അള്ളാഹുവിനെ മാത്രം ഫുൾ 100% നമ്മളെ സോളിൽ അള്ളാഹുവിനെ നിറച്ചുകൊണ്ട് നടക്കുകയാണ് തവക്കുൽ അള്ളാഹ്. അപ്പോൾ ഈ തവക്കുലെല്ലാം കിട്ടാനായിട്ട് നമുക്ക് മെയിൻ വേണ്ടത് സബറാണ് അല്ലേ. സബർ എന്ന് പറയുമ്പോൾ നമുക്ക് പേഷ്യൻസ് ആണ് അതിന് മെയിൻ വേണ്ടത്. അപ്പോൾ പേഷ്യൻസ് നമുക്ക് 2-3 രീതിയിൽ പറയാം. ഒന്ന്, പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹു എന്ത് പറയുന്നു അത് നമ്മൾ ഒബേ ചെയ്യണം. അത് നമ്മളുടെ ക്ഷമയാണ് കാണിക്കുന്നത്. അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. അതെന്താ അള്ളാഹ് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അത് ചോദിക്കാനുള്ള നമുക്ക് അർഹതയില്ല. രണ്ടാമത്, അള്ളാഹു നമുക്ക് എന്ത് ഫോർബിഡൻ ചെയ്തിരിക്കുന്നു അതിൽ നമ്മൾ ആബ്സ്റ്റെയിൻ ചെയ്ത് നമുക്ക് അതൊന്നും ചെയ്യാൻ പാടില്ല, അതിലും നമുക്ക് ക്ഷമ കാണിക്കണം. മൂന്നാമത്തെ സബർ ഏതാണ്? നമുക്ക് എന്തെങ്കിലും അഡ്വേഴ്സിറ്റി ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ വന്ന് നമ്മൾ വിചാരിച്ചിരിക്കാതെ നമുക്ക് എന്തൊക്കെയോ നമുക്ക് ഒരു അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും വരണം, പക്ഷെ എന്ത് വന്നാലും വി ഹാവ് ടു സേ അൽഹംദുലില്ലാഹ്, എല്ലാം അള്ളാഹുവിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നീയാണ് എനിക്കിത് തന്നിട്ടുള്ളത്, അതുകൊണ്ട് ഐ എം ഓക്കെ വിത്ത് ഇറ്റ്, അൽഹംദുലില്ലാഹ്. ഇതാണ് നമ്മൾ 3 പോയിന്റ്സും സബറിൻ്റെ ഒരു ഭാഗമാണ്, പേഷ്യൻസിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ തവക്കൽ ഇല്ലാത്തവരപ്പോൾ എന്താ ചെയ്യേണ്ടത്? ദേ ഹാവ് ടു സ്റ്റാർട്ട് ട്രെയിനിങ് ദംസെൽസ്. നമ്മളെ തനിയെ നമ്മളെ ട്രെയിൻ ചെയ്ത് നമുക്ക് സ്കിൽ ബിൽഡിങ് തവക്കുലിൽ എടുക്കുകയാണ് വേണ്ടത്. അതിന് എന്താ ചെയ്യേണ്ടത്? നമ്മളെ തന്നെ നമ്മൾ പഠിപ്പിച്ചിട്ട് നമുക്ക് ആൾക്കാർക്ക് ഓരോന്ന് കൊടുക്കാനോ അതൊക്കെ നമ്മളെ തനിയെ തന്നെ പഠിച്ചിട്ട് വി ഹാവ് ടു ഗിവ് അവർ സെൽസ് ഓവർ ടു, വി ഹാവ് ടു റിലൈ ആൻഡ് ഓൺലി ടു ഹാവ് ഫുൾ കോൺഫിഡൻസ് ഇൻ അള്ളാഹ്. അത് നമ്മൾ മനസ്സിൽ വെച്ചാൽ തവക്കുൽ ഇല്ലാത്തവർക്ക് നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അവർക്ക് എന്നിട്ട് എപ്പോഴും പറയാൻ പറ്റിയൊരു ദുആണ് എന്താണ്? റളീതു ബില്ലാഹി റബ്ബ, അല്ലാഹ് ഈസ് ദ ലോർഡ്, വബി ഇസ്ലാമി ദീന, ഇസ്ലാം ഈസ് മൈ റിലിജിയൻ, വബി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയം വറസൂല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസ് മൈ പ്രോഫറ്റ്. അതങ്ങനെ പറഞ്ഞ് വരുമ്പോഴേ അവർക്ക് തവക്കുൽ മനസ്സിൽ നല്ല കട്ടിയാവും. കാരണം നിനക്ക് എനിക്ക് നല്ലത് ഏത് വേണമെന്ന് നിനക്കറിയാം. കാരണം നിന്നെക്കാട്ടിലും ബെസ്റ്റ് ഒരു ക്രിയേറ്റർ വേറെ ഇല്ല. യു ക്രിയേറ്റഡ് മീ ആൻഡ് യു നോ വാട്ട് ടു ഗിവ് മീ. അപ്പം എങ്ങനെയെന്ന് വെച്ചാൽ അള്ളാഹുവിനറിയാമല്ലോ നമുക്ക് എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ആ ദീനിലുള്ള വിശ്വാസം, തവക്കുലെല്ലാം, ഇഖ്ലാസും ഒക്കെ നമുക്ക് വർദ്ധിക്കുകയാണ് ചെയ്യണത്.
ഇനി നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഹ്യൂമിലിറ്റി. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മളെ ക്യാരക്ടർ ബിൽഡിങ്ങിൽ വരും ഹ്യൂമിലിറ്റി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിനെക്കാട്ടിലും നല്ല ഹ്യൂമിലിറ്റി ഉള്ള വേറൊരാൾ നമുക്ക് എക്സാമ്പിൾ കാണിക്കാനില്ല അല്ലേ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്ന് കൂടുതൽ ആൾക്കാർ ഈ നരകത്തിൽ പോണ പ്രധാന കാരണം എന്താണ്? ഹ്യൂമിലിറ്റി ഇല്ലാത്തതാണ്. ഭയങ്കര അരഗൻസ് ആയിട്ടിരിക്കുന്നവരാണ് നരകത്തിൽ പോകുന്നത്. അതുകൊണ്ട് ഹ്യൂമിലിറ്റി നമ്മളുടെ ഏറ്റവും വലിയൊരു ആയുധമായിരിക്കണം. ഈ 30 ദിവസവും നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് ഉപയോഗിക്കാവുന്ന ആയുധവും ഈ ഹ്യൂമിലിറ്റി തന്നെയാണ്. നമുക്ക് ഏറ്റവും നല്ലതായിട്ട് പഠിക്കാൻ പറ്റുന്നതും നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നതും ഹ്യൂമിലിറ്റിയാണ്. അപ്പം എവറിത്തിങ് ഷുഡ് ബി ഡൺ ഇൻ മോഡറേഷൻ ആൻഡ് മുസ്ലിംസ് ലൈഫ് ഈസ് വൺ ഓഫ് ബാലൻസ്. അത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോഴേ നമുക്ക് ആ ഹ്യൂമിലിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മനസ്സിലോട്ട് ഇറങ്ങിക്കോളും. ഇനി ഏറ്റവും ലാസ്റ്റ് പലർക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ഒരു കാര്യം എന്ന് പറയുന്നത് ഫൊർഗിവ്നെസ് ആണ്. നമുക്ക് സാധാരണ നമ്മൾ കാണാം, നമ്മൾ ഇത് റംസാന് മുമ്പേ എല്ലാവരും ആസ്കിങ് ഫോർ ഫൊർഗിവ്നെസ്, എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ പുറത്ത് തരണേ എന്നുള്ളതെല്ലാം. അതെന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഫൊർഗിവ്നെസ് എന്ന് പറയുന്നത് അത് ഭയങ്കര അത് അള്ളാഹുവിൻ്റെ ശരിക്കും ഒരു ഗിഫ്റ്റാണ്. നമുക്കൊരു ഫൊർഗെറ്റ് ആൻഡ് ഫൊർഗിവ് എന്നുള്ള ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അള്ളാഹു നമുക്കൊരു ഗിഫ്റ്റായിട്ട് നമ്മൾ കണക്കാക്കണം. കാരണം മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഫീലിങ്സിൽ ആങ്കറിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് ഫൊർഗിവ്നെസ് ആണ് ഭയങ്കര പാട്. കാരണം ആങ്കർ നമ്മളെ സ്വഭാവത്തിലുള്ള ഒരു ദൂഷ്യമാണ്. പക്ഷെ ഫൊർഗിവ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ടാത്ത ചുമക്കുന്ന ഒരു ഭാരമാണ് ഫൊർഗിവ്നെസ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമുക്ക് ഇനി സ്ട്രെസ്സ് വന്നിട്ട് ഇപ്പോൾ ബോസ് നമ്മളടുത്ത് ബഹളം ഉണ്ടാക്കി, വഴക്ക് പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഒരു 5 കിലോ ഒരു ഭാരം, ഒരു ചാക്ക് ഒരു ബാഗ് ഒരു ഷോൾഡറിൽ തൂക്കിയതുപോലെ. ആ വഴി പോകുമ്പോൾ ഒരു കാറുകാരന് ഇടിക്കാൻ പോയി, അയാളെ തെറി വിളിച്ച് അത് ഒരു 5 കിലോ ഭാരം അടുത്ത ഷോൾഡറിൽ. പിന്നെ വീട്ടിൽ വന്ന് ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കി നമ്മളെ കയ്യിൽ വേറൊരു ബാഗ് ഭയങ്കര ഭാരം. പിന്നെ വേറെ ആരെങ്കിലും അയൽവക്കക്കാരനുമായിട്ട് ബഹളം ഉണ്ടാക്കി വേറൊരു. അപ്പം നോക്കിക്കേ, നമ്മളെ ഷോൾഡറും നമ്മളെ തലയും കൈയും ഒക്കെ അങ്ങ് ഭാരം കൂടെ നമ്മൾ ചുമന്ന് നടക്കുകയാണ്. അതൊന്നും ഇറക്കി വെക്കുന്നില്ല. നമ്മൾ ആരാ ഇവിടെ ബാധിക്കുന്നത്? നമ്മളാണ് ബാധിക്കപ്പെടുന്നത്. സ്ട്രെസ്സും ബാക്കിയുള്ളവരുടെ ഓരോ നമുക്ക് ചെയ്തത്. അല്ലെങ്കിൽ ഒരാൾ നമ്മളൊരു കുത്തുകുത്തി, ആ കുത്തിയിട്ട് അയാളെ ദേഷ്യം നമ്മളത് കാണിച്ചിട്ട് അയാളങ്ങ് പോയി. പിന്നെ ഡസൻറ്റ് മാറ്റർ ടു ഹിം അറ്റ് ഓൾ. പക്ഷേ ആരാ ഇതെല്ലാം വഹിച്ച് നമ്മൾ പെയിൻ എടുത്ത് നടക്കുന്നത്? ആ കത്തി നമ്മൾ തിരിച്ചു വലിച്ചൂരി നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ആ വൂണ്ടിനെ എല്ലാം ടേക്ക് കെയർ ഓഫ് ചെയ്ത് മരുന്നെല്ലാം വെച്ച് കെട്ടി പിന്നെ എത്രയോ നാളെന്ന് നമ്മൾ റെസ്റ്റൊക്കെ എടുത്താലായിരിക്കും നമ്മളൊരു കെയർഫുള്ളായിട്ടിരിക്കണം. അപ്പോൾ അത്രയും വിഷമം ആരാ സഹിക്കുന്നത്? നമ്മളാണ് സഹിക്കുന്നത്. നമ്മളെ കുത്തിയവരെ അങ്ങ് പോയി. പക്ഷേ നമ്മൾ ആ സമയത്ത് ആ കത്തി വലിച്ചെടുത്തിട്ട് ആ മുറിവെല്ലാം കെട്ടിവെച്ചിട്ട് അവനങ്ങ് മാപ്പ് കൊടുത്താൽ നമ്മൾ ആ മുറിവ് പോകുന്നതോടുകൂടി നമ്മളെ സോളിൽ ഏറ്റ ആ മുറിവ് നമ്മളങ്ങ് മറന്ന് നമ്മളെ ഫോർഗീവ് ചെയ്യണം. പക്ഷെ നമ്മൾ മറന്നില്ലെങ്കിൽ എപ്പോഴും അതൊരു ഭാരമായിട്ട് നമ്മളെ മനസ്സിൽ ആ വേദന എപ്പോഴും കാണാം. കുത്തിയവൻ പോയി 1 മാസമായി നമുക്ക് ഉണങ്ങിയാലും ആ വേദന ഒരിക്കലും നമുക്ക് മാറില്ല. നമ്മൾ ഫോർഗീവ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ വേദന മാറൂ. അപ്പോൾ അള്ളാഹുവെ, അവൻ എന്തിതായാലും ഞാൻ അവനങ്ങ് ഫോർഗീവ് ചെയ്തു എന്ന് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കിക്ക്. നമ്മളെ സോളിൽ നിന്ന് ആ ഒരു ഭാരം ഇറങ്ങിയങ്ങ് പോവുകയാണ്. അല്ലെങ്കിൽ നമ്മളെ ബോസിൻ്റെയും ബാക്കിയുള്ളവരുടെയും ആ ഭാണ്ഡക്കെട്ട് നമ്മളെ ദേഹത്തന്നെ മാറ്റി അങ്ങ് ഇറക്കി വെക്കുമ്പോൾ ആർക്കാണ് റിലീസ് കിട്ടുന്നത്? ആർക്കാണ് ഒരു വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യുന്നത്? ആരാണ് ഫീലിംഗ് ബെറ്റർ? നമ്മളല്ലേ. കാരണം നമ്മൾ ആവശ്യമില്ലാതെ ചുമന്നുകൊണ്ട് കിടക്കുന്നതാണിത്. അതുകൊണ്ട് നമ്മൾ ആങ്കറിനെക്കാളും ഏറ്റവും നമ്മൾ സൂക്ഷിക്കേണ്ടത് ഫൊർഗിവ്നെസ് ആണ്. നമുക്കൊന്ന് ഫോർഗീവ് ചെയ്യാൻ പറ്റിയത് അതൊരു സ്കിൽ ബിൽഡിംഗ് ആയിട്ട് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് വന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊന്ന് ചെയ്ത് നോക്കണം. ആരെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഫോർഗീവ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ ഭാരം നമ്മൾ ഇറക്കി വെച്ച് വി ഫീൽ കൈൻഡ് ഓഫ് റിലീവ്ഡ്. അതാണ് നമുക്ക് ആവശ്യം. നമ്മളെ സോളിനും നമ്മളെ ഹാർട്ടിനും ഒക്കെ നമുക്ക് ആ റിലീഫ് വേണം. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും ആരുടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ പ്ലീസ് ഫോർഗെറ്റ് ആൻഡ് ഫോർഗിവ് എവറിബഡി. പിന്നെ അതോടുകൂടി അള്ളാഹു നമ്മളെല്ലാവരെയും ആകാശത്തോളം അള്ളാഹു ഉയർത്തി നമുക്ക് ബ്ലെസ്സിങ്സ് തരേ ഉള്ളൂ. അപ്പോൾ റംസാൻ നമ്മളൊരു റിച്വലിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇതൊരു ട്രാൻസ്ഫോർമേറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്. വി ഷുഡ് ഓൾവേസ് ബി എ ബെറ്റർ പേഴ്സൺ ദാൻ ദി ലാസ്റ്റ് റംസാൻ. അതുകൊണ്ട് നമുക്ക് ബൗണ്ട്ലെസ് പോസിബിലിറ്റീസ് ആണ് അള്ളാഹു പറഞ്ഞു തന്നിരിക്കുന്നത്. നമ്മൾ യു ഹാവ് ടു അലോ യുവർ സെൽഫ് ട്രാൻസ്ഫോം ബൈ ദിസ് മാജിക് ഓഫ് റംസാൻ. ആരും വിട്ടുകളയാതെ എല്ലാ പോയിന്റ്സും ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഒത്തുപിടിച്ച് അള്ളാഹുവിൻ്റെ ബ്ലെസ്സിങ്സ് നേടിയെടുക്കാം.
ഞാൻ പറഞ്ഞ ഫോർഗിവ്നെസ്സിൻ്റെ ഒരു പോയിന്റ് നമ്മൾ നോക്കിയാലേ അതൊന്ന് ഒരേ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. നമ്മളിപ്പോൾ മിററിലോട്ട് നമ്മളൊരു ലൈറ്റ് അടിച്ച് കാണിച്ചു കൊടുത്തേ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ലൈറ്റ് ഈസ് ഷൈനിങ് ബാക്ക് ടു യു, റൈറ്റ്? അത് നമ്മൾ ആ ഡാർക്ക്നെസ് അല്ല, നമ്മളെ ലൈറ്റ് നമ്മൾ തിരിച്ച് നമ്മളിലോട്ട് തന്നെയാണ് അടിക്കുന്നത്. അതുപോലെയാണ് നമ്മൾ ആർക്കെങ്കിലും ഫോർഗിവ് ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ബർക്കത്ത് നമുക്ക് തിരിച്ച് ലൈറ്റായിട്ട് നമ്മളെ പുറത്ത് തന്നെ തിരിച്ച് ബ്ലെസ്സിങ്സ് കൊണ്ട് നമ്മൾ നിറയപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മളെ തന്നെ നമ്മളൊരു ലൈറ്റായിട്ട് ഒന്ന് ബിലീവ് ചെയ്ത് നോക്കിയേ. വി ആർ ദ ടോർച്ച് ലൈറ്റ്. നമ്മളെ ഈ ലൈറ്റ് നമ്മൾ ഓരോ ഡസ്റ്റി കോർണേഴ്സിൽ, നൂക്ക് ആൻഡ് കോർണറിൽ നമ്മളെ ലൈറ്റ് നമ്മളൊന്ന് അടിച്ച് നോക്കുകയാണ്. എവിടെയാണ് ഡസ്റ്റ് കളക്ട് ചെയ്തിരിക്കുന്നത്, എവിടെയാണ് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത്. നമ്മൾ വിട്ടുപോയിട്ടുള്ള ഈ 11 മാസത്തിൽ നമ്മൾ വിട്ടുപോയിട്ടുള്ള കോർണേഴ്സൊക്കെ ഈ സമയത്ത് 1 മാസം കൊണ്ട് നമുക്ക് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും. അതിനുള്ള ഒരു അവസരമാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. സോ ജസ്റ്റ് ഇമാജിൻ യുവർ സെൽഫ് ആസ് ദി ഇല്ലൂമിനേറ്റിംഗ് ലാമ്പ്. നമ്മളാണ് നമ്മളെ തന്നെ ഇല്ലൂമിനേറ്റ് ചെയ്തെല്ലാം നോക്കുന്നത് ചുറ്റുപാട്. അങ്ങനെ ഒരു അവസരം നമുക്ക് ആ ലൈറ്റ് നമ്മൾ അടിച്ച് നോക്കുമ്പോഴേ നമുക്ക് വി ക്യാൻ കൺഫ്രണ്ട് അവർ ഷോർട്ട് കമ്മിങ്സ്. നമ്മളെ ഷോർട്ട് കമ്മിങ്സും നമ്മൾ എന്തൊക്കെ ബയസസ് ആണ്, എന്തൊക്കെയാണ് നമ്മളെ വെച്ച് പുലർത്തിയിരിക്കുന്നത്, നമ്മളെ നെഗറ്റീവ് ഹാബിറ്റ്സ് എല്ലാം മാറ്റിയിട്ട് നമുക്ക് നമ്മളെ ഗ്രോത്തിൽ, നമ്മളെ സ്പിരിച്വൽ ഗ്രോത്തിലായിട്ട് നമുക്ക് മുന്നേറാൻ പറ്റും. നമ്മൾ ലാസ്റ്റായിട്ടൊരു പോയിൻ്റോടെ ഞാൻ പറയണേ, ഇത് നമുക്കൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ഇറ്റ്സ് നോട്ട് എ റേസ്. നമ്മളിപ്പോഴേ ഓടിക്കതച്ചെല്ലാം തീർന്ന് നമ്മളെ ട്രോഫി വാങ്ങിച്ച് പോവുകയല്ല. ഇറ്റ്സ് എ ലൈഫ് ലോങ് പ്രോസസ്സ്. നമ്മൾ സ്പിരിച്വൽ ഗ്രോത്ത് ഓരോ പടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകണ ഇതാണ്. ഇറ്റ്സ് നോട്ട് എ റേസ്. അത് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് 1 step at a time, let us do what we have to do. ബാക്കി റെസ്റ്റ് ഓഫ് ഇറ്റ് Allah will take care of it. അപ്പോൾ നമ്മൾ ഈ 2 പോയിന്റ് മാത്രം നമ്മൾ മനസ്സിൽ വെക്കുക. ഫോർഗിവ്നെസ് ആൻഡ് കമ്പാഷൻ. ഒന്ന് മാത്രം ബിലീവിങ് മുസ്ലിം ഒന്ന് മാത്രം വിചാരിച്ചാൽ മതി. നമ്മളെ ജഡ്ജ്മെൻറ്റ് ഡേക്ക് അള്ളാഹു നമ്മൾക്ക് കമ്പാഷനും നമുക്ക് ഫോർഗിവ്നെസ്സും തന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? അപ്പോൾ നമ്മൾ ആരാ ഇവിടെ നമ്മൾ ഫോർഗിവ് ചെയ്യാൻ നമ്മൾ മടിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമിലിറ്റി കാണിക്കാൻ മടിക്കുന്നവർ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് കമ്പാഷൻ കാണിക്കാൻ മടിക്കുന്നവർ എന്താണ്? അപ്പോൾ അള്ളാഹു നമ്മളെ ജഡ്ജ്മെൻറ്റ് ഡേയിൽ എങ്ങനെ നമ്മളെ നേരിടുമെന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ എവറിത്തിങ് വിൽ ബിക്കം ഈസി ഫോർ യു. ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നുമാണ്. ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇബ്ലീസിൻ്റെ വസുവസയിൽ നിന്നും എൻ്റെ തെറ്റിൽ നിന്നുമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.